ഒരു മൂലകത്തിൻ്റെ സബ്ഷൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചുരുക്കി എഴുതാം എന്ന് പരിശോധിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കാരണം മിക്കവാറും ചോദ്യപേപ്പറുകളിൽ ഇത്തരത്തിൽ ചുരുക്കി എഴുതുന്ന ഇലക്ട്രോൺ വിന്യാസമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ചുരുക്കി എഴുതുന്ന രീതിയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധയോടെ എഴുതാൻ വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചുരുക്കി എഴുതണമെങ്കിൽ 18ാം ഗ്രൂപ്പിലെ നോബിൾ ഗ്യാസും അതിൻ്റെ അറ്റോമിക സംഖ്യയും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. 18ാം ഗ്രൂപ്പിലെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെഡോൺ. അപ്പൊ ഇങ്ങനെയുള്ള 6 മൂലകങ്ങളാണല്ലോ 18ാം ഗ്രൂപ്പിലുള്ളത്. ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ 2, നിയോണിന്റെ 10, ആർഗൺ 18, ക്രിപ്റ്റോൺ 36, സീനോൺ 54, റെഡോൺ 86. ഇത് കാണാപ്പാടം പഠിക്കാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. കാരണം ഇത് മുഴുവൻ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കാൻ പ്രയാസമായതുകൊണ്ട് ഹീലിയത്തിന്റെ 2 എന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ കൂടെ 8 കൂട്ടിയാൽ നിയോണിന്റെ 10 കിട്ടി. ആ 10ന്റെ കൂടെ വീണ്ടും നമ്മൾ 8 കൂട്ടിയാൽ ആർഗണിന്റെ കിട്ടി. 18ന്റെ ഇരട്ടിയാക്കിയാൽ ക്രിപ്റ്റോണിന്റെ കിട്ടി. ഇനി 54, 86 എന്ന് പറഞ്ഞ 2 പദം മാത്രം, 2 സംഖ്യകൾ മാത്രം നിങ്ങൾ കാണാപ്പാടം പഠിച്ചാൽ മതി. അപ്പൊ 2, 8 കൂട്ടി, പിന്നെ നമ്മൾ 8 കൂട്ടി, പിന്നെ നമ്മൾ ഇരട്ടിയാക്കി, പിന്നെ 54, 86 ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ, സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11. നമുക്കത് എങ്ങനെ സബ്ഷൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതാം എന്ന് നോക്കാം. 1s2, 2s2, 2p6, 3s1. ഇതാണല്ലോ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം. മുഖ്യ ഷെല്ലിന് അടുത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി ആണ്, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യണം എന്താണ്? അറ്റോമിക സംഖ്യ 11ന് താഴെയുള്ള ഉത്കൃഷ്ട മൂലകത്തിന്റെ മൂലകം ഏത് എന്ന് കണ്ടെത്തണം. 11ന് ജസ്റ്റ് താഴെയുള്ളത് 10. അപ്പൊ നിയോൺ ആണെന്ന് മനസ്സിലായി, നമ്മൾ എഴുതി. അത് നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കി. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അറ്റോമിക സംഖ്യ 10 വരെ ഇതിന്റെ ഉള്ളിൽ വന്നു. അപ്പൊ 6ഉം 4ഉം 10, ബാക്കി എത്രയുണ്ട്? 3s1. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സോഡിയത്തിന്റെ സബ്ഷൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നത് രീതി ഇങ്ങനെയാണ്. നിയോൺ 10 അറ്റോമിക നമ്പർ വന്നു കഴിഞ്ഞു. 10, 3, 11 ടോട്ടലായി. അപ്പൊ Ne3s1. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ടാവും. കാൽസ്യം അറ്റോമിക് നമ്പർ 20. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. 20 നമുക്ക് എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 3p6 കഴിഞ്ഞാൽ 4s2. 6ഉം 4ഉം 10, 12, 18, 20 ആയി. അപ്പൊ 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 20 അറ്റോമിക സംഖ്യ 20ന്റെ താഴെയുള്ള ഉത്കൃഷ്ട മൂലകം ഏത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. കാരണം ഇതിന്റെ അറ്റോമിക് നമ്പർ നമ്മുടെ ബൈഹാർട്ടായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് ആർഗൺ ആണല്ലോ. അപ്പൊ നമ്മൾ ആർഗൺ നമ്മൾ എഴുതി ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കി. അപ്പൊ 18 വരെ എന്ന് പറഞ്ഞ ഇവിടം വരെ ഇതിന്റെ ഉള്ളിൽ വന്നു. ബാക്കിയുള്ളത് 4s2. അപ്പൊ ഇതാണ് അറ്റോമിക് നമ്പർ ചുരുക്കി എഴുതുന്ന രീതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. ഇതേ രീതിയിൽ ഏത് സംഖ്യയുടെ വേണമെങ്കിലും, അപ്പൊ അറ്റോമിക് നമ്പർ 40 ആണെങ്കിൽ 40 വരെ നമ്മളിങ്ങനെ എഴുതി പോകുന്നു. അതിനുശേഷം അതിന് താഴെയുള്ള മൂലകം Kr ക്രിപ്റ്റോൺ കണ്ടുപിടിക്കുന്നു. 36 കഴിഞ്ഞ് ബാക്കി എത്രയുണ്ടെന്ന് നമ്മൾ എഴുതി ചേർത്താൽ ഉത്തരമായിരിക്കും. അപ്പൊ ഇതാണ് അറ്റോമിക് നമ്പർ ചുരുക്കി എഴുതുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്.
പിന്നെ ഒരൊറ്റ ചോദ്യം കൂടി ചെയ്തുകൊണ്ട് ഞാനിവിടെ പാഠഭാഗം അവസാനിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ. ഒരു മൂലകത്തിന്റെ എക്സ് എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 11, y എന്ന എലിമെന്റിന്റെ അറ്റോമിക് നമ്പർ ഈസ് 60. So write down the chemical formula when x combines with y. ഒരു A+ ലെവൽ ചോദ്യം. Write down the chemical formula when x combines with y. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ഫോർമുല രാസസൂത്രം എഴുതുന്നതിന് വേണ്ടി ആ മൂലകത്തിന്റെ വാലൻസി കണ്ടുപിടിക്കണം. ഒരു കെമിക്കൽ ഫോർമുല, ഒരു കോമ്പൗണ്ടിന്റെ to write down the chemical formula of the compound, first of all we have to find out the valency. അപ്പോൾ എക്സിന്റെ വാലൻസി കണ്ടുപിടിക്കാം. അപ്പോൾ 1s2, 2s2, 2p6, 3s1. അപ്പോൾ വാലൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ലാർജസ്റ്റ് മെയിൻ ഷെല്ലിലെ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എണ്ണണം. ലാർജസ്റ്റ് മെയിൻ ഷെല്ല് 3 അല്ലേ? അതിൽ ടോട്ടൽ ഇലക്ട്രോൺ 1 ആയതുകൊണ്ട് വാലൻസി ഈസ് 1. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി വൈയുടെ നമുക്ക് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2. വൈയുടെ അറ്റോമിക് നമ്പർ 8. യെസ്, വൈയുടെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ 1s2, 2s2, 2p, 4, 2p4. ഓക്കെ, 1s2, 2s2, 2p4. അപ്പൊ വാലൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ലാർജസ്റ്റ് മെയിൻ ഷെല്ലിലെ ടോട്ടൽ നമ്പർ എണ്ണണം. ലാർജസ്റ്റ് മെയിൻ ഷെല്ല് 2 അല്ലേ? ടോട്ടൽ നമ്പർ 4ഉം 2ഉം 6. 4ഉം 2ഉം 6. 6 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8ന്ന് 6 കുറയ്ക്കണം. അതാണ് ടെക്നിക്ക്. അപ്പൊ 8ന്ന് 6 കുറയ്ക്കുമ്പോൾ വാലൻസ് 2 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ the symbol of the metal should be written first. മെറ്റൽസ് ആദ്യം എഴുതണം, നോൺ മെറ്റൽ രണ്ടാമത് എഴുതി. അങ്ങനെയാണ് നിയമം. അപ്പൊ എക്സ് മെറ്റൽ ആണെന്ന് മനസ്സിലായി, കാരണം എസ് ബ്ലോക്ക് ആണ്. വൈ നോൺ മെറ്റൽ ആണ്, കാരണം പി ബ്ലോക്കിൽ ഭൂരിഭാഗം വരുന്ന മൂലകളും നോൺ മെറ്റൽ ആയിരിക്കും. അപ്പൊ എക്സിന്റെ വാലൻസി 1 ആയതുകൊണ്ട് ഈ 1 വൈന്റെ അടിയിലും വൈയുടെ വാലൻസി 2 ആയതുകൊണ്ട് ആ 2 എക്സിന്റെ അടിയിലും ക്രോസ് ചെയ്തെങ്കിലും എഴുതിയാൽ മതി. അല്ലെങ്കിൽ x2y, കാരണം 1 എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതാണ് ആ മൂലകത്തിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് നിങ്ങൾ ഇത്രയും കണ്ടൻസ് ശരിയായ രീതിയിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും അതിനുശേഷം നമുക്ക് സൗകര്യപ്രദമായ ഒരു ദിവസം നമുക്ക് ഇതിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുക, അല്ലെങ്കിൽ പുതിയ SLC ക്ലാസ്സിൽ SLC ചോദ്യപേപ്പറിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അന്ന്. അപ്പം അന്ന് നിങ്ങളെല്ലാം ലൈനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ കംപ്ലീറ്റ് ദൂരീകരിക്കാൻ പറ്റുന്നുണ്ടാവും. അതുമാത്രമല്ല മോഡൽ ചോദ്യങ്ങളെല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ ഓൺലൈൻ ക്ലാസ് സാധാരണ നടക്കുന്ന ക്ലാസ് മുറിയിൽ നടക്കുന്ന ക്ലാസ്സിന് ഉള്ള ഒരു പകരം സംവിധാനം അല്ല എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ സ്കൂളുകളിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നിങ്ങളെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ് ശരിയായി പഠിച്ച കുട്ടിക്ക് സിമ്പിളായി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു സവിശേഷത കൂടി ഈ ഓൺലൈൻ ക്ലാസ്സിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.